നമസ്കാരം. ഓണം ഗ്രീറ്റിങ്സ് പറയുന്നുണ്ട്. ഓണം ഉള്ള ഫെസ്റ്റിവൽ പഴയ കാലത്തേ ഇരിക്കുകയാണ്. കേരളം ഫാമാതിൻ്റെ മുമ്പേ ഇരിക്കുകയാണ്. കേരളം എന്നൊരു വേർഡ് യൂസ് ചെയ്ത് ഇത് ചെയ്യുന്ന മുമ്പേ പല ബി സിയിലും ബിഫോർ ക്രൈസ്റ്റ് ഓണം ഇരിക്കുകയാണ്. ഓണം തമിഴ്നാട്ടിൽ 3 നാട്: പാണ്ഡ്യൻ നാട്, ചോളനാട്, ചേരനാട്. പാണ്ഡ്യൻ നാടും ചോളനാടും പൊങ്കൽ സൂര്യന് ഒരു താങ്ക്സ് ഗിവിങ് ഫെസ്റ്റിവലായിട്ടാണ് അവിടെ കൊണ്ടാടുന്നത്. ഇവിടെ വന്ന് ഓണം ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആയിട്ട് ഇത് കൊണ്ടാടുന്നത്. ഇത് പഴയ കാലത്തേ ഉണ്ട്. BC 300 കേരളത്തെ ഭരിച്ചിരുന്ന തമിഴ് രാജൻ ചേരൻ ചെങ്കുട്ടുവൻ, അങ്ങയുടെ അനിയനാണ് ഇളങ്കോ അടികൾ ചിലപ്പതികാരത്തെ എഴുതിയത്. തമിഴ്നാട്ടിൻ്റെ ചിലപ്പതികാരത്തെ എഴുതിയത് കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു സ്വാമിയാണ്. അങ്ങേര് ചേരൻ ചെങ്കുട്ടുവൻ രാജാവിടെ അനിയൻ. അവിടെ നിന്ന് ഹിസ്റ്ററി ജനങ്ങൾ അറിയണം. അത് ചേരൻ ചെങ്കുട്ടുവൻ തന്നെ ഇപ്പോൾ ഇരിക്കുന്ന ലക്ഷദ്വീപ് വന്ന് ഇന്ത്യയുടെ കൂടെ അനക്സ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പേര് പളന്ദീപ് 10,000. പിന്നെ ഇപ്പോൾ ഇരിക്കുന്ന മാലിദ്വീപും ചോളന്മാർ ഇമ്പീരിയൽ ചോളാസ് വന്ന് അവർ പിടിച്ചെടുത്ത് കൺട്രോൾ വെച്ച് പിന്നെ അത് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് അത് ഇപ്പോൾ സെപ്പറേറ്റ് ഇതായിട്ട് ഇരിക്കുന്നു. സോ ഇത് ഇപ്പോൾ എന്തെന്ന് വെച്ചാൽ ഓണം ഫെസ്റ്റിവൽ വന്ന് എല്ലാവർക്കും സ്റ്റോറി അറിയാം. വാമന രൂപത്തിൽ വന്നിട്ട് ഇങ്ങനെ ഇതൊക്കെ ചോദിച്ചു. പിന്നെ മാബലി ചക്രവർത്തിയുടെ തലയിൽ വെച്ച് പ്രസ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഇത് നടന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി കാഞ്ചീപുരത്ത് ഉലഹളന്ത പെരുമാൾ എന്നൊരു ക്ഷേത്രം അവിടെയാണ്. കാരണം വാമന രൂപത്തിൽ വന്ന ശേഷം ഉടനെ അങ്ങേര് വിശ്വരൂപം എടുത്ത് ഒരു പാദം കൊണ്ട് ഇങ്ങേരെ തലയിലും ഒരു കര കൊണ്ട് ഇതൊക്കെ അളർന്ന ഒരു സ്ഥലം വന്ന് അവിടെയാണ്. എന്നാലും ഈ ചേര നാട്ടിൻ്റെ ഉള്ള ഐഡൻറ്റിറ്റി പിന്നെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നതൊക്കെ ലോക പിന്നെ വന്നതാണ്. ഐഡൻറ്റിറ്റി ഇതാണ്. അപ്പോൾ ഇതെന്തെന്ന് വെച്ചാൽ ഓണം ഫെസ്റ്റിവൽ വരുന്നു. അതിന് എല്ലാവരും ഇപ്പോൾ അത്തപ്പൂ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് വന്ന് തമിഴ് ഫെസ്റ്റിവൽ തന്നെ കാലമായിട്ട് മാറി വന്ന് പിന്നെ ഇപ്പോഴും അതേ റേസ് അവിടെ ഇരിക്കുന്നതുകൊണ്ട് അതിൽ പിന്നെ മിക്സിങ് ഒക്കെ ആയിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ ഉള്ള അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഓണം വന്ന് തമിഴ്നാട്ടിലും മുമ്പ് ആഘോഷിച്ചുകൊണ്ട് വരുന്നത്. ഇപ്പോൾ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് കേരളത്തിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് വരുന്നു. അത് എല്ലാവരുടെ മനസ്സിലും ഒരു ഫെസ്റ്റീവ് സീസൺ വരുന്നത് നല്ല കാര്യങ്ങളാണ്. ആശംസകൾ. നന്ദി, നമസ്കാരം.